വിക്കി കൗശലിനെ നായകനാക്കി ലക്ഷ്മണൻ ഉത്തേക്കർ സംവിധാനം ചെയ്ത ബ്രഹ്മാണ്ഡ ചിത്രം ചാവയുടെ റിലീസിന് പിന്നാലെ രാജ്യത്തെ വ്യാപകമായ അക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കെതിരെ മുഗളന്മാർ ചെയ്തതിന് പ്രതികാരം ചെയ്യണമെന്ന ആഹ്വാനവുമായി ഹിന്ദുത്വ ഹാൻഡിലുകൾ സജീവമാണ്. ഔറംഗസേബിന്റെ കല്ലറ പൊളിക്കാനും കർസേവ നടത്താനും സംഘപരിവാറും രംഗത്തുണ്ട്. ഇങ്ങനെ മുഗൾ മറാത്ത യുദ്ധം മുസ്ലിം ഹിന്ദു സംഘടനമാണെന്ന തരത്തിൽ വിശകലനങ്ങൾ വരികയും രാജ്യത്ത് കൂടുതൽ മതസ്പർദ്ധയ്ക്കും വിഭാഗീയതയ്ക്കും ആക്കം കൂട്ടുകയും ചെയ്ത സിനിമയാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ ചാവയെ പ്രകീർത്തിച്ച് രംഗത്തെത്തുകയും BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാന സർക്കാരുകൾ സിനിമയുടെ വിനോദ നികുതി ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ പാർലമെന്റിൽ ചാവയുടെ പ്രത്യേക പ്രദർശനം നടത്തുകയാണ് കേന്ദ്ര സർക്കാർ. മാർച്ച് 27-ന് ചിത്രം പാർലമെന്റിലെ ലൈബ്രറി ബിൽഡിംഗിൽ പ്രദർശിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും കേന്ദ്രമന്ത്രിമാരും ചിത്രം കാണാനെത്തുമെന്നാണ് വിവരം. നടൻ വിക്കി കൗശൽ അടക്കം ചിത്രത്തിന്റെ മുഴുവൻ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും പ്രദർശനത്തിൽ പങ്കെടുക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഒരു ചടങ്ങിൽ വെച്ച് പ്രധാനമന്ത്രി ചിത്രത്തെ പുകഴ്ത്തി പറഞ്ഞ് ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോഴാണ് പാർലമെന്റിൽ ചിത്ര പ്രദർശനത്തിനൊരുങ്ങുന്നത്. മറാത്തി സിനിമയെയും ഹിന്ദി സിനിമയെയും ഒരു പുതിയ തലത്തിലേക്ക് എത്തിച്ചത് മഹാരാഷ്ട്രയും മുംബൈയുമാണ്. ഇക്കാലത്ത് ചാവ രാജ്യമെമ്പാടും തരംഗമായി മാറുകയാണ്. ശിവാജി സാവന്തിന്റെ മറാത്തി നോവലിലൂടെയാണ് സംഭാജി മഹാരാജിന്റെ വീര്യത്തെ ഈ രൂപത്തിൽ ജനങ്ങൾക്ക് മുന്നിലെത്തിച്ചത് എന്നായിരുന്നു ഫെബ്രുവരി 21-ന് ഡൽഹിയിൽ നടന്ന അഖില ഭാരതീയ മറാത്തി സാഹിത്യ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി മോദി പറഞ്ഞത്. പ്രൊപ്പഗണ്ട ചിത്രമായിട്ടും ബോക്സ് ഓഫീസിൽ വിജയക്കുതിപ്പ് തുടരുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. 2025-ലെ ഇതുവരെയുള്ള ഏറ്റവും വലിയ ഹിന്ദി ബ്ലോക്ക് ബാസ്റ്ററായി മാറിയിരുന്നു ചാവ. ഇന്ത്യയിൽ നിന്ന് മാത്രം ചിത്രം 570 കോടിയോളം രൂപയുടെ കളക്ഷനാണ് നേടിയത്. ആഗോളതലത്തിൽ ചിത്രം 780 കോടി രൂപ നേടി. വിക്കി കൗശൽ ഛത്രപതി സംഭാജി മഹാരാജാവായിട്ടാണ് ചാവയിൽ വേഷമിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ മഹാറാണി യേശുബായ് ബോൺസാലയായി രശ്മിക മന്ദാനയും എത്തുന്നു. ശിവാജി സാവന്തിന്റെ മറാത്തി നോവലായ ചാവയെ അടിസ്ഥാനമാക്കി ഒരുക്കിയ ചിത്രം 1681-ലെ കാലഘട്ടത്തിലെ കഥയാണ് പറയുന്നത്. മഡോക് ഫിലിംസിന്റെ ബാനറിൽ ദിനേശ് വിജയൻ നിർമ്മിച്ചിരിക്കുന്ന ചിത്രത്തിൽ മുഗൾ ഭരണാധികാരിയായിരുന്ന ഔറംഗസീബിനെ വില്ലനാക്കിയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അക്ഷയ് ഖന്നയാണ് ചിത്രത്തിൽ ഔറംഗസീബിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിന്റെ റിലീസിന് പിന്നാലെ മധ്യപ്രദേശിലെ ബുർഹാൻപൂരിലെ അസീർഗഡ് കോട്ടയിൽ ആളുകൾ കൂട്ടത്തോടെ എത്തി സ്വർണം കൊഴിക്കാൻ തുടങ്ങിയത് വലിയ വാർത്തയായിരുന്നു. മുഗളന്മാർ മറാത്ത സാമ്രാജ്യം കൊള്ളയടിച്ച് വൻ സ്വർണ്ണശേഖരം കവർന്നെടുക്കുകയും അസീർഗഡ് കോട്ടയ്ക്ക് താഴെ ഒളിപ്പിക്കുകയും ചെയ്യുന്നൊരു രംഗമുണ്ട് ചാവയിൽ. ആ സിനിമാ കാഴ്ച യാഥാർത്ഥ്യം പോലെ വിഴുങ്ങി മുഗൾ കോട്ടയിലേക്ക് എത്തിയതായിരുന്നു ഇവർ. എന്തിനേറെ സിനിമയിൽ സംഭാജിയെ ഔറംഗസീബ് ശാസിക്കുന്ന രംഗം കണ്ട് ഗുജറാത്തിൽ ഒരു യുവാവ് തിയേറ്റർ സ്ക്രീൻ തകർത്ത സംഭവം വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. റിലീസിന് പിന്നാലെ മുസ്ലിങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായി അക്രമ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തു. ചിത്രത്തെ വിമർശിച്ചതിന്റെ പേരിൽ ബോളിവുഡ് താരം സ്വര ഭാസ്കർ വരെ സൈബർ ആക്രമണം നേരിട്ടിരുന്നു. ഡൽഹിയിലെ മുഗൾ സ്മാരകങ്ങൾക്ക് നേരെ ആളുകൾ മൂത്രമൊഴിക്കുകയും കരിയോയിൽ ഒഴിക്കുകയും ചെയ്ത സംഭവങ്ങളും ഉണ്ടായിരുന്നു. സമീപകാലത്ത് കേരള സ്റ്റോറി, കാശ്മീർ ഫയൽസ് തുടങ്ങിയ പ്രൊപ്പഗണ്ട ചിത്രങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയ പ്രോത്സാഹനം രാജ്യം കണ്ടതാണ്. അതുതന്നെയാണ് ചാവയിലൂടെ ആവർത്തിക്കുന്നതും. ചരിത്രവുമായുള്ള സിനിമയിലെ പൊരുത്തക്കേടുകൾക്കെതിരെ ചാവയുടെ നിർമ്മാതാക്കൾ ക്ഷമാപണം നടത്തി രംഗത്ത് വന്നിരുന്നു. വിഭജന രാഷ്ട്രീയത്തിന് ഊർജം പകരുന്ന ചിത്രങ്ങൾക്ക് സർക്കാർ നൽകുന്ന പ്രോത്സാഹനവും ചർച്ചയാകുന്നുണ്ട്. ഇതിനിടെ മഹാരാഷ്ട്രയിലെ ഔറംഗസേബിന്റെ ശവകുടീരം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധത്തെ തുടർന്നുണ്ടായ ആക്രമണത്തിന് കാരണം ബോളിവുഡ് ചിത്രമായ ചാവയാണെന്ന് കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും നേരത്തെ രംഗത്തെത്തിയിരുന്നു. ചാവ സിനിമ ഔറംഗസേബിനെതിരായ ജനങ്ങളുടെ കോപം ആളിക്കത്തിച്ചുവെന്നായിരുന്നു ഫട്നാവിസിന്റെ പ്രസ്താവന. ഫട്നാവിസിനെ കൂടാതെ കേന്ദ്രമന്ത്രി രാംദാസ് അത്താവാലെയും സിനിമ കലാപത്തിന് കാരണമായെന്ന് ആരോപിച്ചിരുന്നു. ഈ സംഭവ വികാസങ്ങൾക്കിടെയാണ് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പ്രത്യേക പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. അതേസമയം പ്രതിപക്ഷം ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. തൊഴിലില്ലായ്മ, തൊഴിലാളി വേതനം തുടങ്ങിയ അടിയന്തര വിഷയങ്ങൾ അവഗണിക്കുന്ന സർക്കാർ വർഗീയ ഭിന്നത സൃഷ്ടിച്ചേക്കാവുന്ന ഒരു സിനിമയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്നാണ് പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണം.